ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചെറുനാരക എങ്ങനെ ഇതുപോലെ എപ്പോഴും ഈ ഒരു ഫ്രഷ്നെസ്സിൽ ഫ്ലഷി ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുന്നതാണ് കേട്ടോ. ചെറുനാരക നമുക്ക് ഫ്രിഡ്ജിലായാലും സൂക്ഷിച്ചാൽ ഏകദേശം ഒരു ആഴ്ച ആകുമ്പോഴേക്കൊക്കെ നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഉണങ്ങി ഏകദേശം ഇതുപോലെ ചുക്കാവും അല്ലെ. ഇതുപോലെ ഒരു കളറും ഉള്ളിലുണ്ടാവും. അപ്പൊ ഇതുപോലെ ആവാതിരിക്കാൻ നമുക്കുള്ളൊരു ടിപ്പാണ് പറയുന്നത്. അപ്പൊ ഇതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീലിന്റെ പാത്രമാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഏകദേശം ഒരു മുങ്ങുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചെറുനാരങ്ങ എപ്പോഴും ഇതുപോലെ നല്ല ഫ്ലഷി ആയിരിക്കും കേട്ടോ. നല്ല നീര് കിട്ടാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നീര് കിട്ടാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപായി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കുത്തിയൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല നീര് നമുക്ക് എടുക്കുമ്പോൾ കിട്ടും കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ചെറുനാരങ്ങ കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ തേങ്ങയൊക്കെ കട്ട് ചെയ്ത തേങ്ങ ഉണ്ടെങ്കിൽ, നമ്മളൊരു മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ കുറച്ചു കാലം വരെ നമുക്ക് കേടാവാതെയും പൂപ്പിലൊന്നും വരാതെയും കിട്ടും കേട്ടോ. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കിച്ചണിലെ റാക്കിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം കറ, അതുപോലെ തന്നെ സിങ്കിന്റെ ഈ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം കറ, അതൊക്കെ പോക്കാകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹാഫ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം ഉപ്പുപൊടി ചേർത്ത് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കറൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഈ ഒരു കുരുവൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയി കിട്ടും കേട്ടോ. എന്തൊരു സംഗതി, കിച്ചന്റെ സിങ്ക് ആവട്ടെ, ഇനി കിച്ചന്റെ റാക്ക് ആവട്ടെ, ഒക്കെ ഏത് കറ പോവാന്, അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പിന്റെ ഒക്കെ കറ പോവാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു കോംബൈയാണ് ഇതുപോലെ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇടക്കൊക്കെ നമ്മുടെ പല്ലിനൊക്കെ നല്ലൊരു വൃത്തി വരാനും പല്ലൊക്കെ ഒന്ന് തിളങ്ങാനും വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു നീരോണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് പല്ലൊക്കെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ല പുളിപ്പുണ്ടാവുമെങ്കിലും പല്ലിന് നല്ലതാണ്. പല്ലൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഡെയിലി ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇട്ട് പല്ല് തേക്കുന്നവർക്ക് ഇത് ഇടയ്ക്കൊക്കെ ഇതിന്റെ നീരും ഉപ്പും ഉപയോഗിച്ചിട്ടൊന്ന് പല്ല് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിന് നല്ല വെണ്മ കിട്ടും. അപ്പൊ ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.